നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ വാനോളം പുകഴ്ത്തി രാഹുൽ ഈശ്വർ. തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് രാഹുലാണ് യഥാർത്ഥ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി അവിചാരിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വഴി വരികയും പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ കാറിനകത്ത് അടുത്തേക്ക് ഓടിച്ചെന്ന് കൈ കൊടുക്കുകയും ഭൂരിപക്ഷത്തോടെ ജയിക്കണം അല്ലെങ്കിൽ അങ്ങ് തിരിച്ചു വരണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ വാരിക്കോരി എടുക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ വാർത്തയെ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് രാഹുൽ ഈശ്വർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ തൻ്റെ ചാനലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുലിനെ പലപ്പോഴും വിമർശിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് രാഹുലിൻ്റെ ആ ഒരു വാർത്തയെ, രാഹുലിനെ എല്ലാവരും സ്വീകരിക്കുന്ന വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം മാതൃഭൂമി ഏഷ്യാനെറ്റൊക്കെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് തൻ്റെ വീഡിയോയിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. രാഹുലാണ് യഥാർത്ഥ നേതാവ്, രാഹുൽ ഒരു പോരാളിയാണ്, രാഹുലിന് ഇത് ഒരു സാധാരണക്കാരൻ്റെ വിജയമാണ്, രാഹുലിന് ഇത്രയും കിട്ടുന്ന സ്വീകാര്യത, ഇത്രയും പരാതികൾ, ഇത്രയും ആക്ഷേപങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നുവെങ്കിലും രാഹുലിന് കിട്ടുന്ന ജനപിന്തുണ അത് തെളിയിക്കുന്നത് അദ്ദേഹം ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് എത്രമാത്രം സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരംഗമായി മാറിയിരിക്കുന്നുവെന്നും രാഹുൽ ഈശ്വർ തൻ്റെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് തരംഗം, അത് രാഹുൽ തരംഗം തന്നെ ഉണ്ട്. മത്സരിക്കാതെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ജനത കാത്തിരിക്കുന്നു. അതിൽ ഒരാളായി താനും സാധാരണക്കാരായ മലയാളികളിൽ രാഹുലിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരാളാണ് താൻ. രാഹുലിൻ്റെ നെഹ്റുവിയൻ ലെഫ്റ്റ് നിലപാടുകളോട് എനിക്ക് എതിർപ്പാണ്. ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഗാന്ധിയൻ റൈറ്റ് ആണ്. പക്ഷേ അനീതിയാൽ വേട്ടയാടപ്പെട്ട രാഹുൽ തിരിച്ചു വരണമെന്നാണ് ഞാൻ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത്. ഈ നാടിൻ്റെ നായകനാകണമെന്നാണ് ഞാൻ അടക്കമുള്ള നേതാക്കൾ ആഗ്രഹിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ രാഹുൽ ഈശ്വറിനെ പ്രശംസിക്കുന്നു. രാഹുൽ ഒരു തരംഗമാണ്, ഇത് സാധാരണക്കാരനായ ഒരു നേതാവിന് ഇത്രയും ഒരു സ്വാധീനം ചെലുത്താനാകുന്നു എന്നത് വലിയൊരു നേട്ടമാണെന്നൊക്കെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ നാളെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഇരിക്കുകയാണെങ്കിൽ ആശയങ്ങളെ എതിർക്കുമായിരിക്കും, ആശയപരമായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമായിരിക്കും. കാരണം രാഹുൽ ഒരു ലെഫ്റ്റ് നിലപാടുകൾ, നെഹ്റുവിൽ ലെഫ്റ്റ് വ്യക്തിയും ഞാൻ റൈറ്റ് ആയിട്ടുള്ള വ്യക്തിയുമാണ്. അപ്പോൾ ഞങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ ഒരുപാട് എതിർപ്പുകളുണ്ട്, ഒരുപാട് അന്തരംഗമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നാളെ ഒരു ചാനലിൽ വന്ന് ഞങ്ങൾ അടികൂടിയാൽ പോലും അല്ലെങ്കിൽ ഞങ്ങൾ എതിർപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോലും ഈ ഒരു വിഷയത്തിൽ, അതായത് രാഹുലിൻ്റെ ഒരു ജനപിന്തുണയുടെ വിഷയത്തിൽ രാഹുൽ തിരിച്ചു വരണം എന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം എന്നടക്കം പറഞ്ഞ് വളരെയധികം രാഹുൽ മാങ്കൂട്ടത്തിനെ വാനോളം പ്രശംസിക്കുകയാണ് രാഹുൽ ഈശ്വർ. എന്തായാലും ഒരു വശത്ത് ആ പ്രശംസയൊക്കെ നടക്കട്ടെ. നമുക്കിനി പാലക്കാടേക്ക് പോകാം. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി, അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ നേടാനാകുമോ, അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നം നിലനിൽക്കവേ കൊടുക്കേണ്ടവർ കൃത്യമായ മറുപടി കൊടുത്ത്, അതായത് നമ്മൾ ഈ നാടൻ ശൈലിയിലൊക്കെ പറഞ്ഞാൽ കുറിക്കൊള്ളുന്ന മറുപടിയൊക്കെ കൊടുത്ത് പിഷാരടി പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. ഇപ്പോൾ അഖിൽ മാരാർക്ക് രമേശ് പിഷാരടി ഒരു കുറിക്കൊള്ളുന്ന മറുപടി കൊടുത്തിരിക്കുകയാണ്. ആ മറുപടി എന്താണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. തൃക്കാക്കരയിലെ 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർക്കെതിരെയാണ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി കുറിക്കൊള്ളുന്ന മറുപടി നൽകിയിരിക്കുന്നത്. വിമർശനങ്ങൾക്ക് അഖിൽ മാരാർ രമേശ് പിഷാരടിക്കെതിരെ നടത്തിയിരിക്കുന്ന ആ വിമർശനങ്ങൾക്ക് തമാശ രൂപേണയാണ് രമേശ് പിഷാരടി മറുപടി നൽകിയിരിക്കുന്നത്. അഖിൽ മാരാർ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ തിരുത്തി പറയുമെന്നും അതിനാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഉടനടി പ്രതികരിക്കേണ്ടതില്ലെന്നുമായിരുന്നു പിഷാരടിയുടെ പ്രതികരണം. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അഖിൽ മാരാർക്കെതിരെ പിഷാരടി പരിഹാസം തൊടുത്തുവിട്ടത്. അഖിൽ തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ തനിക്ക് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ സമയമില്ല. അഖിൽ ചിലപ്പോൾ എന്നെക്കാളും ഇളയ ആളായിരിക്കും. അദ്ദേഹം ഇന്ന് പറയുന്നതിനൊന്നും നമ്മൾ ഇപ്പോൾ മറുപടി പറയരുത്. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും അഖിൽ തന്നെ തിരുത്തി പറയും. 2 വർഷം കാത്തിരിക്കണം. എന്നിട്ടും അഖിൽ അത് തന്നെയാണോ പറയുന്നതെന്ന് ഉറപ്പിച്ചിട്ടേ നമ്മൾ അഖിൽ മാരാർക്ക് മറുപടി കൊടുക്കാവൂ എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ പരിഹാസം. രമേശ് പിഷാരടിയുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ് അഖിൽ മാരാർ രൂക്ഷമായ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയത്. ഇന്നലെ വരെ ലാഭം നോക്കി ജീവിച്ച പിഷാരടി വീണ്ടും ലാഭം കൊയ്യാനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതെന്നായിരുന്നു അഖിലിന്റെ ആരോപണം. താനും പിഷാരടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന തലക്കെട്ടോടെയായിരുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പിഷാരടിയും അഖിൽ മാരാരും തമ്മിലുള്ള വ്യത്യാസം. പിഷാരടി: 1. നാളിതുവരെ ഒരു ജനകീയ വിഷയങ്ങളും നേരിട്ട് ഇടപെട്ടിട്ടില്ല. 2. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. 3.
3 പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കേസുകളിൽ പോലും പ്രതിയായിട്ടില്ല. സ്വന്തം കാര്യം നോക്കി കോടികൾ സമ്പാദിച്ച് ജീവിതവും കുടുംബവും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോൺഗ്രസിലെ സിറ്റിംഗ് സീറ്റ് തന്നാൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും അധികാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ MLA ആയി മാറി ഒരേ സമയം മമ്മൂക്കയുടെ താല്പര്യവും അതേസമയം ആന്റോ ജോസഫിന്റെ താല്പര്യവും സംരക്ഷിച്ച് സിനിമാ മേഖലയിൽ തുടർന്നും സജീവമായി പോകാനുള്ള ശ്രമം. ലാഭമല്ലാതെ പിഷാരടിക്ക് യാതൊരു നഷ്ടവും ഈ തീരുമാനം കൊണ്ട് വരുന്നില്ല. അതേസമയം CPM-ന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കോൺഗ്രസിന് ഒരു സീറ്റ് പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത ആ പാർട്ടിയോട് ഉണ്ടെന്ന് കരുതാം. ഇതിപ്പോൾ കാശ് കൊടുത്ത് MLA ആവാൻ പോയതുപോലെയുണ്ട്. ഷാഫി പറമ്പിൽ പിഷാരടിക്ക് വിറ്റ പാലക്കാട് സീറ്റ് തോൽക്കുമെന്ന് തോന്നുമ്പോൾ CPM അവിടെ BJP-യുമായി ഡീൽ വെച്ചെന്ന് പറയാൻ നാണമില്ല എന്ന ചോദ്യം മാത്രം. ഇനി അഖിൽ മാരാർ 2012 മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവം. നിരവധി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിരവധി സമരങ്ങൾ ഏറ്റെടുത്തു. അക്കാലത്ത് മാത്രം 13 കേസുകൾ. CPM ആക്രമണത്തിൽ തല തകർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരൻ സ്വതന്ത്രനായി ഇടതുകോട്ടയിൽ മത്സരിച്ച് 1500 വോട്ടുകൾ നേടി. തുടർന്നും കൊട്ടാരക്കരയിൽ പ്രാദേശിക വിഷയങ്ങളിൽ സജീവ ഇടപെടൽ. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതി, 2 തവണ വധശ്രമത്തിനിരയായ വാദി, സിനിമ എഴുതി സംവിധാനം ചെയ്തതും കേരള രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുന്ന ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധിക്ഷേപിക്കുന്ന ഒരു താത്വിക അവലോകനം. നിരവധി ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകൻ. ബിഗ് ബോസിൽ പോകും മുമ്പ് സമ്പാദ്യം ശൂന്യം, വീടില്ല, സ്വന്തമായി ആകെയുള്ളത് കൂട്ടുകാരൻ ലോണിട്ടെടുത്ത് കൊടുത്ത ഒരു വാഹനം മാത്രം. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളെ നോക്കാൻ ബിഗ് ബോസിൽ പോയത് ജയിക്കുമെന്ന് കരുതിയല്ല, കിട്ടുന്ന ശമ്പളം കടം തീർക്കാനെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് കരുതി മാത്രം. ജയിച്ചു വന്ന ശേഷവും ലാഭനഷ്ടങ്ങൾ നോക്കി മിണ്ടാതെ ഇരുന്നില്ല. നാടിനു വേണ്ടി സധൈര്യം സംസാരിച്ചു. പിണറായി വിജയനെയും സർക്കാരിനെയും ശക്തമായ ഭാഷയിൽ എതിർത്തു. ജനകീയ സമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്തു. വീണ്ടും കേസുകളിൽ പ്രതിയായി. ഇനി മത്സരിക്കാൻ ആഗ്രഹിച്ചത് പോലും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ്. തിരഞ്ഞെടുത്തത് ആരും ജയിക്കില്ല എന്ന് കരുതിയ തൃക്കാക്കര. 34 വയസ്സുവരെ ഒന്നുമില്ലാത്തവൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഒരു വീടും കാറും ഒക്കെ വാങ്ങി. അതൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് ഒരു വിഷമവുമില്ല. തോൽക്കുമെന്ന് നിങ്ങൾ പറയുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ലാഭമോ നഷ്ടമോ? ഇന്നലെ വരെ ലാഭം നോക്കി ജീവിച്ച പിഷാരടി വീണ്ടും ലാഭം കൊയ്യാനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ആ പിഷാരടിയെ ഞാനുമായി താരതമ്യം ചെയ്യരുത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ പോലീസിന്റെ അടികൊണ്ട കോൺഗ്രസുകാർ പിഷാരടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇത്ര നാളും മറ്റുള്ളവരെ ചിരിപ്പിച്ച പിഷാരടി ഉള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടാവും, മണ്ടന്മാർ. ബിഗ് ബോസിലെ 100 ദിവസത്തെ മാരാരേക്കാൾ എത്രയോ പവർഫുൾ ആണ് ജനങ്ങൾക്കിടയിൽ ജീവിച്ച ജനങ്ങളെ അറിഞ്ഞ അഖിൽ മാരാർ എന്നാണ് അഖിൽ ഫേസ്ബുക്കിലൂടെ 2 പേരെ വ്യത്യാസം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. എന്തായാലും അഖിൽ മാരാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം 2 വർഷം കഴിയുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും താൻ ഇതിനുള്ള മറുപടി നൽകാമെന്നാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം. എന്തായാലും തിരഞ്ഞെടുപ്പ് രംഗം ചൂട് കടുക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണങ്ങൾ എറിഞ്ഞും ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുമൊക്കെ സ്ഥാനാർത്ഥികൾ കളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. പര്യടനമുണ്ട്, വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടമുണ്ട്. അതിനിടയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾ, വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, ഇതിനുള്ള മറുപടികളൊക്കെ സജീവമായി നൽകുകയാണ്.